ഹെലൻ ഭയങ്കരമായിട്ട് മൈ വേ ബൈ കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് ഇത്ര ആയ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. ഓക്കെ, ഹെലന് പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഹെലനും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്. നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. ദൈവം സഹായിച്ചു ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. എന്റെ ഭാഗ്യം അത്. പക്ഷെ മറ്റേ കല്യാണിക്കൊച്ചിന്റെ കാര്യം അങ്ങനല്ല, നിനക്ക് ഭാഗ്യം. മറ്റേതൊന്ന് ഒരു 4 മറ്റേ സൺസ്ക്രീം, മറ്റേ മോയ്സ്ചറൈസർ ഒരു 10 ഇത് പകുതി ഇവിടെ പകുതി ഇങ്ങനെയൊക്കെയാണ് കൊച്ചിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ പിന്നെ അതിന്റെ സ്കിൻ അടിച്ചു പോയി കഴിഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. താനിങ്ങനെ എമോഷണൽ ആയ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. സീരിയസ്ലി എന്നിട്ടാണ് ഇവര് വീഡിയോയ്ക്കകത്ത് വന്നിരുന്നിട്ട് പറയാണ്, ഇവര് വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ വിളവിളാന്ന് വെളുക്കൊന്ന്. നോബഡി ഈസ് ഫോഴ്സിങ് യു. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരുത്തം പറയുന്നത് കേട്ടു, ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? ഇനി നമുക്ക് ഹെലന്റെ ഗാർസോ പാഡിലേക്ക് പോവാം ഗൈസ്. മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാന്നൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. അത് അന്തസ്. പക്ഷെ ചിലവന്മാര് പറയുന്നുണ്ട് 1 ദിവസം കൊണ്ട് മാറുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹെലൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയത്തുള്ളൂ, ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറൂല കേട്ടല്ല. ദൈവമേ, ഒരു വൻ ചതിയിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ പിടിച്ച് നീ ഇത് മറ്റേ അയ്യോ, ഇത് പറഞ്ഞ് ഞാൻ തോറ്റി. ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതാണ്ട് നീ ഇത് കുളിച്ചപ്പോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭിത്തി വരെ വെളുത്തല്ലോ കുഞ്ഞതിന്റെ. ശരിയാ, റാമിന്റെ ആക്ടിങ് കുറച്ച് ഓവറായിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. ഇത് 3 ഫോട്ടോയ്ക്കകത്ത് വേറെ കളർ, വീഡിയോക്കകത്ത് വേറെ കളർ, എന്തൊക്കെയാണ്? അത് സാറിനെ പോലെ മറ്റുള്ളവരും മനസ്സിലാക്കുന്നില്ലല്ലോ. പക്ഷെ ഈ സോപ്പ് ഉപയോഗിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ എല്ലാവരും പറ്റിക്കാനുള്ള ഒരു കഴിവ് ഈ സോപ്പിനുണ്ട്, സത്യമായിട്ടും. കാരണം ഇത് ഉപയോഗിക്കുന്ന ടൈമിലല്ലേ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കയ്യിൽ മാത്രം തേച്ച് ഒരു കയ്യിൽ തേച്ചില്ല, എന്നിട്ട് ഇതൊന്ന് കഴുകി കളയുമ്പോൾ ഒരു റിസൾട്ട് കാണണം ഗൈസ്. നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്, ആ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഓഫ് ഇത് ടാനൊക്കെ അങ്ങ് മാറ്റും, ഫുള്ള് സെറ്റ് ആവുമെന്ന് വിചാരിക്കുക. പക്ഷേങ്കിൽ അവിടെയാണ് നമ്മൾ എല്ലാവരും പറ്റിക്കപ്പെടുന്നത്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് വെറും കുറച്ച് മിനിറ്റ്സിലേക്ക് നമ്മളൊന്ന് കുളിച്ചിറങ്ങുന്ന ആ ഒരു ടൈമിലേക്കുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒഴിച്ചാൽ ഒരു ഉപയോഗവും ഇല്ല ഇതുകൊണ്ട്. അപ്പൊ വന്നിട്ട് വെറുതെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, നീയൊക്കെ വേണമെങ്കിൽ പേടിച്ചാൽ മതി, ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളു. അങ്ങനെ പറഞ്ഞ് തള്ളാൻ പറ്റില്ല കുഞ്ഞെ. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ.